പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ക്രിസ്തുയേശുവിൽ ഏറ്റവും വാത്സല്യമുള്ള ദൈവമക്കളെ, ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ രക്ഷിതാവും കർത്താവുമായ മശിഹാ തമ്പുരാൻ്റെ പരിപാവനമായ പാദപീഠത്തിൽ ചേർന്ന് വന്ന് അവിടുത്തെ തിരുവായിൽ നിന്ന് മാധുര്യമേറിയ തിരുവചനങ്ങളെ, ലാവണ്യവാക്കുകളെ ഹൃദയത്തിൽ സ്വീകരിച്ച് സ്വാംശീകരിക്കുവാൻ നമുക്ക് ഭാഗ്യമൊരുക്കി തന്ന നല്ലവനായ തമ്പുരാന് നമുക്ക് നന്ദി പറയാം. പ്രിയമുള്ളവരെ, അവൻ നമ്മെ നിരന്തരം സന്ദർശിക്കുകയും ഉപദേശിക്കുകയും പഠിപ്പിക്കുകയും തിരുത്തുകയും തർജ്ജനം ചെയ്യുകയും തൻ്റെ വഴി നമുക്ക് വെളിപ്പെടുത്തി തരികയും ചെയ്തുകൊണ്ടിരിക്കുന്നുവല്ലോ. വാത്സല്യവാനായ ദൈവത്തിൻ്റെ കാരുണ്യാതിരേകത്താൽ ഒരു പ്രാവശ്യം കൂടെ പാദപീഠത്തിലിരുന്ന് പഠിക്കുവാൻ ഭാഗ്യം ലഭിച്ചതോർത്ത് നമുക്ക് വീണ്ടും തമ്പുരാന് നന്ദി പറയാം. ഇന്ന് നമ്മൾ ഒരുമിച്ച് ധ്യാനിച്ച് പഠിക്കുവാൻ വേണ്ടി വിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നുള്ള ചില ചിന്തകൾ വേർതിരിക്കുവാൻ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ലേഖനം അപ്പോസ്തലനായ പൗലോസ് എഴുതിയത് റോമിൽ തടവറയിൽ കിടന്നുകൊണ്ടാണെന്നാണ് പണ്ഡിതാഭിപ്രായം. തടവറയിൽ കിടക്കുക എന്ന ഒരു സാഹചര്യത്തിൽ സന്തോഷത്തെക്കുറിച്ച് പറയുക എന്നുള്ളത് വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. ഈ ലേഖനത്തിലെ വളരെ പ്രധാനപ്പെട്ട പരാമർശ വിഷയം തന്നെ സന്തോഷമാണ് എന്നുള്ളത് നമ്മെ അമ്പരപ്പിക്കുന്നുണ്ട്. സന്തോഷമെന്ന വാക്ക് ഈ ലേഖനത്തിലെ 4 അധ്യായങ്ങളിലും അനേകവട്ടം ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. 1-ാം അധ്യായത്തിലെ 3, 18, 25 തിരുവചനങ്ങളിലും 2-ാം അധ്യായത്തിലെ 2, 17, 18 തിരുവചനങ്ങളിലും 3-ാം അധ്യായത്തിലെ 1-ാമത്തെ തിരുവചനത്തിലും 4-ാം അധ്യായത്തിലെ 1, 4, 10 തിരുവചനങ്ങളിലും ഈ വാക്ക് ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. ഇതുകൂടാതെ ആഹ്ലാദമെന്നോ ആമോദമെന്നോ ആനന്ദമെന്നോ ഒക്കെ അർത്ഥം വരുന്ന സമാനമായ വാക്കുകൾ ഈ ലേഖനത്തിൽ പലയിടങ്ങളിലായി പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. തത്വത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഈ സന്തോഷമെന്ന വിഷയത്തെക്കുറിച്ച് വളരെ ഗഹനമായ ഒരു ചിന്തയും ധ്യാനവുമാണ് ഈ ലേഖനത്തിലൂടെ നമുക്ക് തരുന്നത്. വളരെ ആഴമേറിയ ഒരുപാട് ധ്യാനചിന്തകൾ ഈ ലേഖനത്തിലുണ്ട്. അതിൽ പരമപ്രധാനമായ 1-ാമത്തെ ധ്യാനമാണ് സന്തോഷത്തെക്കുറിച്ചുള്ളതായ ധ്യാനം. പ്രിയപ്പെട്ടവരെ, സന്തോഷത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒക്കെ സന്തോഷം ഇഷ്ടമാണ്. സന്തോഷം തേടുന്നവരും സന്തോഷം ആഗ്രഹിക്കുന്നവരുമാണ് നമ്മളൊക്കെ. പക്ഷേ ഈ സന്തോഷത്തിന് ഒരുപാട് മേഖലകളുണ്ട്. ജഡത്തിൽ സന്തോഷിക്കാം, ജഡപരമായതിൽ സന്തോഷിക്കാം, കണ്ണുകൊണ്ട് കണ്ട് സന്തോഷിക്കാം, കാതുകൊണ്ട് കേട്ട് സന്തോഷിക്കാം. പ്രിയപ്പെട്ടവരെ, മക്കളിൽ സന്തോഷിക്കാം, മാതാപിതാക്കളിൽ സന്തോഷിക്കാം, സമ്പത്തിൽ സന്തോഷിക്കാം, ലോകപരമായ നേട്ടങ്ങളിൽ സന്തോഷിക്കാം, ലോകം തരുന്ന അംഗീകാരങ്ങളിൽ സന്തോഷിക്കാം. ഇനി തമാശകൾ കണ്ട് ചിരിക്കാം. ഇന്ന് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലൊന്നാണ് കോമഡി ഷോകൾ കണ്ട് ചിരിക്കുക. അത് അർത്ഥമുണ്ടെങ്കിലും അർത്ഥമില്ലെങ്കിലും, എന്തെങ്കിലും മൂല്യം കൈമാറുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും, മറ്റുള്ളവരെ പരിഹസിച്ചുകൊണ്ട് നടത്തുന്നതായ കോമഡിയാണെങ്കിലും ചിരിക്കാൻ വകയുണ്ടെങ്കിൽ നമുക്കിഷ്ടമാണ്, നമ്മൾ ചിരിക്കും. ഈ വക ആനന്ദങ്ങളെക്കുറിച്ച്, സന്തോഷത്തെക്കുറിച്ച് ആണ് പൗലോസ്ലീഹ പറയുന്നത് എന്ന് ധരിക്കരുത്. സന്തോഷത്തിന് വേറെയും ഒരുപാട് മേഖലകളുണ്ട്. ജീവിതത്തിൽ ഏൽപ്പിക്കപ്പെട്ട ചുമതലകൾ സംതൃപ്തിപൂർവം സമ്പൂർത്തീകരിക്കുമ്പോൾ ഒരാൾ അനുഭവിക്കുന്ന ഒരു ആനന്ദമുണ്ട്. എൻ്റെ ജീവിതം കൊണ്ട് എൻ്റെ ദൈവം വിഭാവനം ചെയ്ത സംഗതികളെല്ലാം ഈ ലോക ജീവിതത്തിൽ ഞാൻ പൂർത്തീകരിച്ചു എന്ന് ബോധ്യപ്പെടുമ്പോൾ ഒരാൾ അനുഭവിക്കുന്ന ഒരു ആനന്ദമുണ്ട്. പ്രിയപ്പെട്ടവരെ, അതൊരു തരം പ്രത്യേക ആനന്ദമാണ്, അതും വ്യക്തിപരമാണ്. എന്നാൽ ഇവിടെ അപ്പോസ്തലൻ പരാമർശിക്കുന്ന ആനന്ദം, സന്തോഷം, ഇതിലൊക്കെ ഉപരിയായിട്ടുള്ള സന്തോഷമാണ്. ഒരിക്കലും ഉതിർന്നു പോകാത്ത, ഒരിക്കലും നഷ്ടപ്പെടാത്ത, ഒരിക്കലും ചഞ്ചലപ്പെടാനിടവരുത്താത്ത നിത്യ ആനന്ദത്തെക്കുറിച്ചാണ് അപ്പോസ്തലൻ ഇവിടെ ആവർത്തിക്കുന്നതും നമ്മെ പഠിപ്പിക്കുന്നതുമെന്ന് തിരിച്ചറിയണം. ഈ സന്തോഷത്തെക്കുറിച്ച് പറയുമ്പോൾ യേശുക്രിസ്തു മൂലമുള്ള രക്ഷയുടെ അവിഭാജ്യ ഘടകമായിട്ടാണ് ഈ സന്തോഷത്തെ അവതരിപ്പിക്കുന്നത്. യേശുക്രിസ്തു മൂലമുള്ള രക്ഷയുടെ അവിഭാജ്യ ഘടകമാണ് ഈ ആനന്ദം. എന്നുവെച്ചാൽ യേശുക്രിസ്തുവിൽ രക്ഷിതാവിനെ കണ്ടെത്തിയ ഒരാൾ,
യേശുക്രിസ്തു മൂലം രക്ഷിക്കപ്പെട്ട ഒരാൾ, യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ യാഗത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരാൾ, യേശുക്രിസ്തു എനിക്ക് രക്ഷ നൽകിയിരിക്കുന്നു എന്ന ബോധ്യപ്പെട്ട ഒരാൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരു പ്രത്യേക അനുഭവമായിട്ടാണ് ഈ സന്തോഷത്തെ അവതരിപ്പിക്കുന്നത്. ദൈവം ക്രിസ്തു മൂലം നൽകിയ രക്ഷയോടും അത് പ്രതിപാദിക്കുന്ന ദൈവവചനത്തോടും ബന്ധപ്പെട്ടതാണ് ഇവിടെ പരാമർശിക്കപ്പെടുന്ന ആനന്ദം. അപ്പോൾ ഒരു ദൈവ പൈതലിൻ്റെ ആനന്ദം ക്രിസ്തുവുമായി ബന്ധപ്പെട്ടും ദൈവവചനവുമായും ബന്ധപ്പെട്ട് നിൽക്കുന്നു. ഒരു ദൈവ പൈതലിൻ്റെ സന്തോഷം, രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിൻ്റെ സന്തോഷം. നമ്മളൊക്കെ അപ്രകാരം വീണ്ടെടുക്കപ്പെട്ടവരാണ്, ദൈവകൃപയാൽ വേർതിരിക്കപ്പെട്ടവരാണ്, അഭിഷേകത്തിൻ്റെ നന്മ അനുഭവിക്കുന്നവരാണ് എന്ന യാഥാർത്ഥ്യം നിലനിൽക്കുന്നുവല്ലോ. എന്നാൽ നമ്മുടെ സന്തോഷം ഈ തലങ്ങളിലാണോ നമ്മളിൽ നിറഞ്ഞിരിക്കുന്നത് എന്ന് ഒന്ന് പരിശോധിക്കുന്നത് ഈ സന്ദർഭത്തിൽ കാമ്യമാണ് പ്രിയപ്പെട്ടവരെ. ഈ സന്തോഷത്തെക്കുറിച്ച് അപ്പോസ്തലനായ പത്രോസ് എഴുതി വച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക. പത്രോസ് ശ്ലീഹ പൊതുവിനെഴുതിയ 1-ാം ലേഖനത്തിലെ 1-ാമത്തെ അധ്യായം 3 മുതൽ 6 വരെ വാക്യങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്താൽ തൻ്റെ കാരുണ്യാധിക്യപ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ഇതാണ് സന്തോഷകാരണം. ക്രൂശിലെ യാഗം മൂലം പാപത്തിൽ നിന്ന് വീണ്ടെടുത്ത് എല്ലാ ബന്ധനങ്ങളിൽ നിന്നും വിടർത്തി എല്ലാ അടിമനുഖവും ഒടിച്ച് പരിപൂർണ സ്വതന്ത്രരാക്കി പൂർണ്ണ വിശുദ്ധരാക്കി തിരുരക്തത്താൽ കഴുകി വെടിപ്പാക്കി വരുവാനിരിക്കുന്ന മഹത്വരാജ്യത്തിൽ ക്ഷയമോ വാട്ടമോ മാലിന്യമോ നാശമോ ഇല്ലാത്ത നിത്യമായ ആനന്ദത്തിനു വേണ്ടി ഒരുക്കിയിരിക്കുന്നു എന്ന ഭാഗ്യമോർക്കുമ്പോൾ ഒരാളുടെ ഉള്ളിൽ നിന്ന് ഉയർന്നു വരുന്ന അവർണ്ണനീയമായ ആനന്ദമായിട്ടാണ് അപ്പോസ്തലൻ ഈ സന്തോഷത്തെ വരച്ചു വയ്ക്കുന്നത്. ഈ ബോധ്യം ഉള്ളിൽ തിങ്ങി നിറയുമ്പോൾ ഒരാൾ അനുഭവിക്കുന്ന ആനന്ദം അതിന് പകരം വയ്ക്കാൻ മറ്റൊന്നുമില്ല പ്രിയപ്പെട്ടവരെ. ക്രിസ്ത്യാനി എന്ന് പേർപ്പെട്ടവരും ഞാനും രക്ഷിക്കപ്പെട്ട ദൈവപൈതലാണെന്ന് അവകാശപ്പെടുന്നവരുമായി എത്രയോ പേർക്ക് ജീവിതത്തിൽ ഇന്ന് വരെ അനുഭവിക്കാൻ കഴിയാത്തതായ ആനന്ദം. ലോകം വെട്ടിപ്പിടിക്കുമ്പോൾ അനുഭവിക്കുന്ന ആനന്ദമല്ല, ബാങ്ക് ബാലൻസ് വർദ്ധിക്കുമ്പോൾ അനുഭവിക്കുന്ന ആനന്ദമല്ല, വസ്തുവകകൾ വാങ്ങിക്കൂട്ടുമ്പോൾ അനുഭവിക്കുന്ന ആനന്ദമല്ല, ഈ ലോകത്തെ നേട്ടങ്ങളെല്ലാം തരുന്ന ആനന്ദമല്ല, ക്രൂശിലെ രക്ഷ മൂലം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ യാഗം മൂലം ദൈവത്തിൻ്റെ അനന്ത സ്നേഹം മൂലം നമുക്ക് ലഭിച്ച വീണ്ടെടുപ്പ് മുഖാന്തിരം നമുക്ക് വരുവാനിരിക്കുന്ന മഹത്വരാജ്യത്തിൽ ലഭിക്കാനിരിക്കുന്ന അക്ഷയമായ സൗഭാഗ്യത്തെക്കുറിച്ചുള്ള ആ ഓർമ്മ മുഖാന്തിരം, അത് ലഭിക്കുമെന്നുള്ള ഉറപ്പ് മുഖാന്തിരം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അത്യപാരമായ ആനന്ദത്തെക്കുറിച്ചാണ് ഇവിടെ അപ്പോസ്തലൻ പരാമർശിച്ച് പഠിപ്പിക്കുന്നത്. ഇതായിരിക്കണം ഒരു ദൈവ പൈതലിൻ്റെ ആനന്ദ വിഷയം. അവിടെയാണ് നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വലിയ തിരുത്തലുകൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നത്. നിർഭാഗ്യാവശാൽ ആ വാക്ക് ഇടയ്ക്കിടെ ആവർത്തിക്കപ്പെടേണ്ടി വരുന്നത് തന്നെ ഒരു നിർഭാഗ്യമാണ്. എന്നാലും പറയാതിരിക്കാൻ തരമില്ല. നിർഭാഗ്യാവശാൽ നമ്മളിൽ ബഹുഭൂരിപക്ഷം പേരും ക്രിസ്ത്യാനികളെന്ന് പേർപ്പെട്ടവരാണെങ്കിലും ഈ മഹത്വകരമായ ആനന്ദത്തിൻ്റെ പരമാർത്ഥം അനുഭവിക്കാൻ ഭാഗ്യമില്ലാത്തവരായി ലോകപരമായ സംഗതികളിൽ ആനന്ദം തേടുകയും അത് നേടുകയും ചെയ്തുകൊണ്ട് അലക്ഷ്യമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന അബദ്ധപന്ഥാവിൽ സഞ്ചരിക്കുന്ന ആളുകളായി അധപ്പതിച്ചു പോയില്ലേ എന്ന് സ്വയമായി ഒന്ന് പരിചിന്തനം ചെയ്യുന്നത് ഉചിതമായിരിക്കുമല്ലോ പ്രിയപ്പെട്ടവരെ. വീണ്ടും തിരുവചനത്തിൽ ആഴമേറിയ ധ്യാനങ്ങൾ നമുക്ക് ലഭിക്കുകയാണ് ഇത് സംബന്ധിച്ച്. 5-ാമത്തെ സങ്കീർത്തനത്തിലെ 11-ാമത്തെ തിരുവചനത്തിൽ സങ്കീർത്തകൻ പാടുന്നത് എന്താണ്? എന്നാൽ നിന്നെ ശരണം പ്രാപിക്കുന്ന എല്ലാവരും സന്തോഷിക്കും. കർത്താവേ, നിന്നെ ശരണം പ്രാപിക്കുന്ന എല്ലാവരും സന്തോഷിക്കും. നീ അവരെ പരിപാലിക്കുന്നത് കൊണ്ട് അവരെപ്പോഴും ആനന്ദിച്ചാർക്കും. കർത്താവിൽ ശരണം കണ്ടെത്തിയ ഒരാൾക്ക് സന്തോഷമുണ്ട്. എന്നാൽ കർത്താവ് അവരെ ചിട്ടയോടെ കൃത്യതയോടെ
തൻ്റെ ഉള്ളം കൈയിൽ കാത്ത് പരിപാലിക്കുന്നത് കൊണ്ട് അവർ ആനന്ദിച്ച് ആർക്കുമെന്നാണ് സങ്കീർത്തകൻ പ്രഖ്യാപിക്കുന്നത്. വീണ്ടും നിൻ്റെ നാമത്തെ സ്നേഹിക്കുന്നവൻ നിന്നിൽ ഉല്ലസിക്കും. 3 വട്ടം ആവർത്തിക്കുകയാണ് ആനന്ദത്തെക്കുറിച്ച് സങ്കീർത്തകൻ ഈ ഒരു കൊച്ചുവാക്യത്തിൽ. നിൻ്റെ നാമത്തെ സ്നേഹിക്കുന്നവൻ നിന്നിൽ ഉല്ലസിക്കും. പ്രിയപ്പെട്ടവരെ, അവിടെ സന്തോഷത്തെക്കുറിച്ച്, ആനന്ദത്തെക്കുറിച്ച്, ഉല്ലാസത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയാണ്. ഇതാണ് ഒരു ദൈവ പൈതലിൻ്റെ ജീവിതം ദൈവവുമായി ബന്ധപ്പെടുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ആനന്ദം. ദൈവവുമായിട്ടുള്ള അത്യധികമായ ആഴമേറിയ ഒരു ബന്ധമുണ്ടാകുമ്പോഴാണ് ഈ ആനന്ദം അനുഭവവേദ്യമാകുന്നത്. ദൈവവുമായി ബന്ധമില്ലാത്ത ഒരാൾക്കും ഇവിടെ വർണ്ണിക്കപ്പെടുന്നതായ ആനന്ദം അനുഭവിക്കാൻ കഴിയുന്നില്ല. അവർ വാടിപ്പോകുന്നവരും തളർന്നു പോകുന്നവരും ചിരിക്കാൻ മറന്നു പോകുന്നവരും കണ്ണിലെ പ്രകാശം നഷ്ടപ്പെട്ടവരും നിരാശ പിടിപെട്ടവരും പ്രത്യാശ നശിച്ചവരുമായി തീരുന്നു. ഇവിടെ നമുക്ക് ക്രിസ്തുവുമായിട്ടുള്ള അവിഭാജ്യമായ ഒരു ബന്ധം നമ്മുടെ വ്യക്തി ജീവിതത്തിൽ കണ്ടെത്തുവാൻ ആവശ്യമുണ്ട്. വീണ്ടും പ്രിയപ്പെട്ടവരെ, സങ്കീർത്തകൻ വീണ്ടും പഠിപ്പിക്കുകയാണ് 9-ാമത്തെ സങ്കീർത്തനത്തിലെ 2-ാമത്തെ തിരുവചനത്തിൽ. ഞാൻ നിന്നിൽ സന്തോഷിച്ച് ഉല്ലസിക്കും. അത്യുന്നതനായുള്ളവേ, ഞാൻ നിന്റെ നാമത്തെ കീർത്തിക്കും. സങ്കീർത്തകൻ ദൈവവുമായിട്ട് വാക്ക് പറയുകയാണ്, ഉടമ്പടി വയ്ക്കുകയാണ്. ഞാൻ നിന്നിൽ സന്തോഷിച്ച് ഉല്ലസിക്കും. എന്തുകൊണ്ടെന്നാൽ നീ സന്തോഷ കാരണമാണ്, നീ ഉല്ലാസ വിഷയമാണ്. ഈ ലോകത്തുള്ള മറ്റൊന്നിലുമല്ല ഞാൻ സന്തോഷം കണ്ടെത്തുക, മറ്റൊന്നിലുമല്ല ഞാൻ ഉല്ലസിക്കുക. കർത്താവേ, ഞാൻ നിന്നിൽ സന്തോഷിക്കും, ഞാൻ നിൻ്റെ നാമത്തിൽ ഉല്ലസിക്കും എന്നാണ് പറയുന്നത്. അത്യുന്നതനായുള്ളവേ, ഞാൻ നിൻ്റെ നാമത്തെ കീർത്തിക്കും. സന്തോഷിക്കുന്ന വിഷയത്തെ പ്രകീർത്തിക്കുക എന്നുള്ളത് യോഗ്യമായ ഒരു ജീവിത ശൈലിയാണ്. അപ്പോൾ ദൈവത്തിൽ സന്തോഷിക്കുന്നവർ നിരന്തരം ദൈവനാമത്തെ പ്രകീർത്തിക്കും. ലോകത്ത് മറ്റെന്തിലെങ്കിലും സന്തോഷിക്കുന്നവരെ ശ്രദ്ധിക്കുക, അവരുടെ സംഭാഷണ വിഷയം അതായിരിക്കും. ഓരോ വ്യക്തിയും സന്തോഷം കണ്ടെത്താൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങളിൽ അവർ നിരന്തരം മനസ്സുറപ്പിച്ചിരിക്കുന്ന വിഷയത്തെക്കുറിച്ച് അവരുടെ നാവ് നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കും. കർത്താവിൽ ഉല്ലസിച്ചാനന്ദിക്കുന്ന ഒരാൾ കർത്താവിൻ്റെ നാമത്തെ നിരന്തരം കീർത്തിക്കും. അതാണ് ഇവിടെ പറഞ്ഞു വച്ചതായ മർമ്മം. വീണ്ടും യെശയ്യാ പ്രവാചകൻ അതേക്കുറിച്ച് പറയുന്നത് കേൾക്കുക. 35-ാമത്തെ അധ്യായത്തിലെ 10-ാമത്തെ തിരുവചനം. അങ്ങനെ കർത്താവിനാൽ വീണ്ടെടുക്കപ്പെട്ടവർ മടങ്ങി ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് വരും. നഷ്ടപ്പെട്ടു പോയവർ, അധപ്പതിച്ചു പോയവർ, ദൈവസന്നിധിയിൽ നിന്ന് അന്യപ്പെട്ടു പോയവർ, അവരെ കർത്താവ് വീണ്ടെടുക്കുമ്പോൾ, അവരെ കർത്താവ് പ്രതിക്രിയ നടത്തി വീണ്ടെടുക്കുമ്പോൾ കർത്താവിനാൽ വീണ്ടെടുക്കപ്പെട്ടവർ മടങ്ങി ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് വരും എന്നാണ് യെശയ്യാ പ്രവാചകൻ പ്രഖ്യാപിക്കുന്നത്. നിത്യാനന്ദം അവരുടെ തലമേലുണ്ടായിരിക്കും. പിന്നെ ആനന്ദം മാത്രമാണ്. പിന്നെ സങ്കടമില്ല, കണ്ണുനീരില്ല, ആവലാതിയില്ല, ആശങ്കയില്ല, ഒന്നിനെക്കുറിച്ചുമുള്ള മനസ്സുരുക്കവുമില്ല. പിന്നെ ആനന്ദം മാത്രമാണ്. നിത്യാനന്ദം അവരുടെ തലമേലുണ്ടായിരിക്കും. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ, സിയോനിലേക്ക് മടങ്ങി വരുവാൻ ഭാഗ്യം കിട്ടിയ ദൈവമക്കൾ, കർത്തൃസന്നിധി പോകുവാൻ ഭാഗ്യം കിട്ടിയ ദൈവമക്കൾ, ദൈവിക സന്തോഷത്തിലേക്ക് മടങ്ങി വരുവാൻ അവസരം കിട്ടിയ ദൈവമക്കൾ, അത്യുന്നതൻ്റെ കൂട്ടായ്മയിൽ വീണ്ടും ചേർന്ന് നിൽക്കാൻ ഭാഗ്യം കിട്ടിയ ദൈവമക്കൾ, നിത്യാനന്ദം അവരുടെ തലമേലുണ്ടായിരിക്കും. വീണ്ടും അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും. ആവർത്തിച്ച് സന്തോഷത്തെക്കുറിച്ച് യെശയ്യാ പ്രവാചകൻ എഴുതുകയാണ്. അവർ ദുഃഖവും നെടുവീർപ്പും ഓടിപ്പോകുമെന്നാണ് ഒടുവിൽ പറഞ്ഞു വയ്ക്കുന്നത്. പിന്നെ അവിടെ ദുഃഖത്തിനിടമില്ല, നെടുവീർപ്പുകൾക്കിടമില്ല. ഓർക്കട്ടെ പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്രയോ പേരുടെ ജീവിതം ഇങ്ങനെ ദുഃഖത്തിൽ തളം കെട്ടി നിൽക്കുകയാണ്. ചിരിക്കാനേ പറ്റുന്നില്ല. ഒരുപാട് പേർ നെടുവീർപ്പിട്ടുകൊണ്ട് ജീവിക്കുകയാണ്. നിരാശ അതിൻ്റെ ഉച്ചസ്ഥായിയിലെത്തുമ്പോഴാണ് നെടുവീർപ്പ് ഉള്ളിൽ നിന്ന് ഉയർന്നു വരുന്നത് എന്ന് മനസ്സിലാകുമല്ലോ. ക്രിസ്തുവിൽ ആനന്ദം കണ്ടെത്തിയ, വീണ്ടെടുപ്പിൻ്റെ സന്തോഷം അനുഭവിക്കുന്ന, സിയോൻ്റെ സുരക്ഷിതത്വം അനുഭവിക്കുന്ന, കർത്തൃമാർവിലെത്തി എന്ന് ഉറപ്പുള്ള ഒരു ദൈവ പൈതൽ ആനന്ദാതിരേകത്താൽ ത്രസിക്കും. തർക്കമില്ല. വീണ്ടും പ്രിയപ്പെട്ടവരെ, സങ്കീർത്തകൻ ആവർത്തിക്കുന്നു. 119-ാമത്തെ സങ്കീർത്തനം സതിവേദ പുസ്തകത്തിലെ ഏറ്റവും വലിയ സങ്കീർത്തനമാണ്. അതിൻ്റെ 14-ാമത്തെ തിരുവചനം, ഞാൻ സർവസമ്പത്തിലും എന്ന പോലെ
നിൻ്റെ സാക്ഷ്യങ്ങളുടെ വഴിയിൽ ആനന്ദിക്കും. അപ്പോൾ ദൈവവചനത്തിൽ സന്തോഷിക്കുന്നതിനെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. ഞാൻ സർവ്വസമ്പത്തിലും എന്ന പോലെ നിൻ്റെ സാക്ഷ്യങ്ങളുടെ വഴിയിൽ ആനന്ദിക്കുന്നു. കർത്താവിൻ്റെ സാക്ഷ്യങ്ങൾ, കർത്താവ് പറയുന്ന വചനങ്ങൾ, കർത്താവ് കൽപ്പിക്കുന്ന വാക്കുകൾ, കർത്താവ് തരുന്ന സാന്ത്വനങ്ങൾ, കർത്താവ് തരുന്ന പരിപാലന വചനങ്ങൾ, കർത്താവ് തരുന്ന സുരക്ഷിതത്വത്തിൻ്റെ ഓർമ്മപ്പെടുത്തലുകൾ, ഞാനതിൽ ആനന്ദിക്കുമെന്നാണ് ഈ സങ്കീർത്തകൻ വീണ്ടും പാടുന്നത്. വീണ്ടും പ്രിയപ്പെട്ടവരെ, യിരെമ്യാ പ്രവാചകൻ 15-ാം അധ്യായത്തിൻ്റെ 16-ാം തിരുവചനത്തിൽ ഉല്ലാസത്തെക്കുറിച്ച് രേഖപ്പെടുത്തുകയാണ്. ഞാൻ നിൻ്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. സന്തോഷ വിഷയം പറയുമ്പോൾ അത് പറഞ്ഞു തുടങ്ങുന്നത് കേട്ടോ. ഞാൻ നിൻ്റെ വചനങ്ങളെ കണ്ടെത്തി അത് ഭക്ഷിച്ചിരിക്കുന്നു. നിൻ്റെ വചനങ്ങൾ എനിക്ക് സന്തോഷവും എൻ്റെ ഹൃദയത്തിന് ആനന്ദവുമായി. ദൈവപൈതലെ, കർത്താവിൻ്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിട്ടുണ്ടോ? നമ്മിൽ എത്ര പേർക്ക് മുടങ്ങാതെ ദൈവവചനം വായിച്ച് ധ്യാനിക്കുന്ന സ്വഭാവമുണ്ട്? നമ്മളൊക്കെ ഉത്തമ ക്രിസ്ത്യാനികളെന്ന് അവകാശപ്പെട്ട് ലോകത്തിൻ്റെ മുമ്പിൽ അങ്ങനെയാണെന്ന് വരുത്തി തീർക്കാൻ ബന്ധപ്പെടുന്നവരും വേഷം കെട്ടുന്നവരുമാണല്ലോ. എന്നാൽ എത്ര പേരുടെ വ്യക്തി ജീവിതത്തിൽ ദൈവവചനം നാൾതോറും ഭുജിക്കുന്ന അനുഭവമുണ്ട്? പുസ്തകച്ചുരുൾ ഭക്ഷിച്ചവനെക്കുറിച്ചാണ് പറയുന്നത്. ആ ഭക്ഷിക്കുക എന്ന് വെച്ചാൽ നിരന്തരം ദൈവവചനം ഭക്ഷിക്കുക. കണ്ണുകൊണ്ടത് ഭക്ഷിക്കാൻ പറ്റും പ്രിയപ്പെട്ടവരെ, മനസ്സുകൊണ്ടത് ഭക്ഷിക്കാൻ പറ്റും. അത് ഉള്ളിലാക്കണം, നിരന്തരമായി അത് വായിച്ച് ധ്യാനിക്കണം. അത് ജീവിതത്തിലെ ഒരു നിരന്തര സബരിയായി മാറണം. അത് ഒരു ചടങ്ങ് നടത്തുന്നത് പോലെ ഒരു വാക്യമോ ഒരു ചെറിയ പാരഗ്രാഫോ ഒരു ചെറിയ സങ്കീർത്തനമോ അർത്ഥമറിയാതെ മനനം ചെയ്യാതെ ധ്യാനിക്കാതെ ചിന്തിക്കാതെ ഉച്ചരിച്ചവസാനിപ്പിക്കുന്നതല്ല എന്ന് മനസ്സിലാക്കണം. മനസ്സുറപ്പിച്ച് ഏകാഗ്രതയോടെ ആത്മാവിൽ ആനന്ദിച്ച് ഈ വചനങ്ങളെ ഭുജിക്കണം. ഭുജിക്കുക, ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ചവച്ച് അരച്ച് രുചിച്ച് ഭക്ഷിക്കണം. അതാണ് ശരിയായ ഭക്ഷണ രീതി. ചവച്ച് അരച്ച് രുചിച്ച് ഭക്ഷിക്കണം. പലപ്പോഴും നമുക്ക് ആഹാരം ദഹിക്കാതെ വരുന്നത് ചവച്ച് അരച്ച് രുചിച്ച് ഭക്ഷിക്കാതെ വരുമ്പോഴാണ്. അതുപോലെ ദൈവവചനം പലപ്പോഴും നമുക്ക് ദഹിക്കാതെ വരുന്നത് ചവച്ച് അരച്ച് രുചിച്ച് ഭക്ഷിക്കാതെ വരുമ്പോഴാണ്. ദൈവവചനം ചർവണം ചെയ്ത് അത് ഭുജിച്ചു നോക്ക് പ്രിയപ്പെട്ടവരെ. ഈ യിരെമ്യാ പ്രവാചകൻ പറഞ്ഞതുപോലെ നിൻ്റെ വചനങ്ങൾ എനിക്ക് സന്തോഷവും എൻ്റെ ഹൃദയത്തിന് ആനന്ദവുമായി എന്ന് പറയാൻ കഴിയും. ഈ വചനത്തെ അത് അർഹിക്കുന്ന തലങ്ങളിൽ നിന്ന് ആത്മാവിൽ ആസ്വദിക്കുന്നവർക്ക് വർണ്ണിച്ചാൽ തീരാത്ത ആനന്ദമായി അത് അനുഭവേദ്യമാകുമെന്നുള്ളത് സത്യമാണ്. വീണ്ടും യിരെമ്യാ പ്രവാചകൻ പറയുന്നു, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, നിൻ്റെ നാമം എനിക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നുവല്ലോ. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, നിൻ്റെ നാമം എനിക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നുവല്ലോ. ദൈവത്തിൻ്റെ ജനം, ഈ നാമം ലഭിക്കുന്നത് തന്നെ വലിയ ഒരു സന്തോഷകാര്യമാണ്. ഞാനൊരു ദൈവ പൈതലാണ് എന്ന ബോധം അതെൻ്റെ ജീവിതത്തിലെ വലിയ ഒരു ആനന്ദ വിഷയമാണ്. അതിൽ ഞാൻ സന്തോഷിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ക്രിസ്തുവിലും ക്രിസ്തു മൂലവും ലഭിച്ച രക്ഷയിൽ സന്തോഷിക്കണമെന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. ക്രിസ്തുവിലും ക്രിസ്തു മൂലവും ലഭിച്ച രക്ഷയിലും സന്തോഷിക്കണം. രക്ഷയുടെ സുവിശേഷം പ്രഖ്യാപിക്കുന്ന ദൈവവചനത്തിൽ സന്തോഷിക്കണം. രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ക്രിസ്തുവിലും ക്രിസ്തു മൂലമുള്ള രക്ഷയിലും സന്തോഷിക്കണം. ഈ രക്ഷയുടെ സുവിശേഷം പ്രഖ്യാപിക്കപ്പെടുന്ന ദൈവവചനത്തിലും സന്തോഷിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ചേർത്ത് വയ്ക്കേണ്ട വിഷയമാണിത്. ക്രിസ്തു നമ്മോട് ഒട്ടിച്ചേർന്നിരിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തണം. നാം ക്രിസ്തുവിൽ ഒന്നായിരിക്കുന്നു എന്ന് ഉറപ്പുവരുത്തണം. അതുപോലെ ദൈവവചനം നമ്മുടെ ഹൃദയത്തോട് ഒട്ടിച്ചു വയ്ക്കണം. അത് നിരന്തരം ധ്യാനിക്കണം. അതിൻ്റെ ആഴങ്ങൾ പരിശോധിക്കണം. അതിൽ നിന്ന് ആത്മശക്തി ഉൾക്കൊള്ളണം. അതിൽ നിന്ന് ഊർജം സമ്പാദിക്കണം. അതിൽ ആനന്ദം കണ്ടെത്താൻ കഴിയണം. അതാണ് ഒരു ദൈവ പൈതലിന് ഇവിടെ വരച്ചു വയ്ക്കുന്ന അവർണ്ണനീയമായ സന്തോഷമെന്ന് നാം തിരിച്ചറിയണം. വീണ്ടും പ്രിയപ്പെട്ടവരെ, ആ ദൈവവചനം നിരന്തരം വായിക്കുന്നതിലും പഠിക്കുന്നതിലും ഭുജിക്കുന്നതിലും രുചിക്കുന്നതിലും ഒരു ദൈവ പൈതൽ സന്തോഷം കണ്ടെത്തണം. അതിന് വീഴ്ച വന്നുകൂടാ. അങ്ങനെ ഒരു ആനന്ദത്തിന് വേണ്ടിയാണ് അപ്പോസ്തലൻ ഇന്ന് നമ്മെ വിളിക്കുന്നത്.
ലോകത്ത് ഇന്നുവരെ നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ലായിരിക്കാം, കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലായിരിക്കാം. എന്നാൽ ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, പറയുന്നവനും കേൾക്കുന്നവനും ഈ അവർണ്ണനീയമായ ദൈവീക സന്തോഷാനുഭവത്തിലേക്ക് തങ്ങളുടെ ജീവിതത്തെ അർപ്പണം ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വലിയ ഉദ്ദീപനം നൽകുന്നുണ്ട് എന്ന് ഓർക്കുക. ഇത് നമ്മുടെ ഹൃദയത്തെ ആനന്ദിപ്പിക്കട്ടെ, അത് നമ്മെ ഉണർത്തട്ടെ, അത് നമ്മെ ബലമുള്ളവരാക്കട്ടെ, അത് നമ്മെ ശക്തരും സർവശക്തരുമാക്കട്ടെ. എന്തുകൊണ്ടെന്നാൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് നിത്യം ആനന്ദിക്കാമല്ലോ, പിന്നെ ആശങ്ക എന്തിന്? വീണ്ടും ദൈവമക്കളെ, ഈ സന്തോഷമെന്ന മനോഹരമായ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ സന്തോഷം ലഭ്യമാകുന്നത് ഏതുവണ്ണമെന്ന് നാം ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അത് സംബന്ധിച്ച് വേദപുസ്തകം എന്താണ് പഠിപ്പിക്കുന്നത്? സന്തോഷം ദൈവത്തിൽ നിന്നാണ് വരുന്നത്. സന്തോഷം ദൈവത്തിൽ നിന്നാണ് വരേണ്ടത്. ഈ സന്തോഷം ദൈവത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് വഴിയായി നമുക്ക് ലഭിക്കണം. ആമേൻ. സന്തോഷം ദൈവത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് വഴിയായി നമുക്ക് ലഭിക്കുന്നു. അങ്ങനെ ലഭിക്കുന്ന സന്തോഷം മാത്രമേ നിലനിൽക്കുകയുള്ളൂ. അങ്ങനെ ലഭിക്കുന്ന സന്തോഷം മാത്രമേ നമുക്ക് നിത്യസന്തോഷമായി തീരുന്നുള്ളൂ. ആ സന്തോഷം ഈ ദൈവസന്നിധിയിൽ നിന്നാണ് വരുന്നത് എന്ന് വചനം വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുന്നുവല്ലോ. സങ്കീർത്തകൻ തന്നെയാണ് പറഞ്ഞു വയ്ക്കുന്നത്. 16-ാമത്തെ സങ്കീർത്തനത്തിലെ 11-ാമത്തെ തിരുവചനം, ജീവൻ്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും, ജീവൻ്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും, നിൻ്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിൻ്റെ വലതുഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ടെന്നാണ് സങ്കീർത്തകൻ പാടുന്നത്. കർത്താവ് എനിക്ക് ജീവൻ്റെ വഴി കാണിച്ചു തരും. അങ്ങനെ ജീവൻ്റെ വഴിയിലൂടെ നടന്ന് ഞാൻ കർത്തൃസന്നിധിയിലെത്തും. അവിടെ നിൻ്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിൻ്റെ വലതുഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട് എന്ന് സങ്കീർത്തകൻ പറയുമ്പോൾ, കർത്താവ് കാണിച്ചു തരുന്ന ജീവൻ്റെ വഴിയിലൂടെ പരിശുദ്ധാത്മാവ് തരുന്ന ഉദ്ദീപനം ഉൾക്കൊണ്ട് കർത്താവ് കൽപ്പിച്ചു തരുന്ന ജീവൻ്റെ വഴിയിലൂടെ നടന്ന് കർത്തൃസന്നിധി പോകി അവിടെ കർത്തൃസന്നിധിയിലുള്ള നിത്യസന്തോഷം അനുഭവിച്ച് അവൻ്റെ വലതുഭാഗത്തെ പ്രമോദങ്ങൾ ആനന്ദമായി അനുഭവിച്ച് ശാശ്വതകാലം നിത്യത മുഴുവൻ കർത്തൃസന്നിധിയിൽ ആനന്ദം കൊള്ളുന്നതിനെക്കുറിച്ചാണ് ഇവിടെ വരച്ചു വയ്ക്കുന്നത്. വീണ്ടും അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനം 15-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ തിരുവചനത്തിൽ പഠിപ്പിക്കുന്നത് കേൾക്കുക. റോമാലേഖനം 15-ാം അധ്യായം 13-ാമത്തെ തിരുവചനം, എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. ഇവിടെ വ്യക്തമായി പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവ് മുഖാന്തിരമാണ് ഈ ആനന്ദം വന്ന് നിറയുന്നത് എന്ന്. പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിറയ്ക്കുമാറാകട്ടെ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ ആനന്ദം, ഈ സന്തോഷം അത് പരിശുദ്ധാത്മാവ് വഴിയാണ് വരുന്നത്. അത് നിത്യമാണ്, അത് വിശ്വസിക്കുന്നതിലുള്ള സന്തോഷമാണ്, അത് സമാധാനമാണ് എന്നുകൂടെ ചേർത്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ സന്തോഷം പരിശുദ്ധാത്മാവ് വഴിയായി പ്രാപിക്കണം. എന്നാൽ ഈ സമാധാനം നമ്മിലേക്ക് വരുന്നത് ഏകപക്ഷീയമായി ദൈവനിശ്ചയപ്രകാരം നമ്മിലേക്ക് വർഷിക്കപ്പെടുന്നു എന്ന് ചിന്തിക്കരുത്. ഈ സന്തോഷം നമ്മിലേക്ക് വരുന്നതിൽ നമുക്ക് വ്യക്തമായ ഒരു റോളുണ്ട് പ്രിയപ്പെട്ടവരെ. യേശു ക്രിസ്തുവുമായി നിലനിൽക്കുന്ന, നിത്യം നിലനിൽക്കുന്ന ഒരു ദൃഢബന്ധം നാം കാത്തു സൂക്ഷിക്കണം. ആ ദൃഢബന്ധം കാത്തു സൂക്ഷിക്കുമ്പോഴാണ് ഈ സന്തോഷം നമുക്ക് അനുഭവവേദ്യമായി തീരുന്നത്. ഓർക്കുക, യേശു ക്രിസ്തുവുമായിട്ടുള്ള അഭേദ്യമായ ഒരു ദൃഢബന്ധം ഒരു ദൈവ പൈതൽ കാത്തു സൂക്ഷിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് വഴിയുള്ള ഈ പരമാനന്ദം നമുക്ക് അനുഭവവേദ്യമായി തീരുന്നത്. ആ ബന്ധം നാം സൂക്ഷിക്കാത്ത പക്ഷം ഈ ആനന്ദം നമുക്ക് അന്യമായിരിക്കും. ഇന്ന് ഒരുപാട് ആളുകൾക്ക് ആത്മസന്തോഷം അനുഭവിക്കാൻ കഴിയാത്തതിൻ്റെ അടിസ്ഥാന കാരണം യേശുക്രിസ്തുവുമായിട്ട് വ്യക്തിബന്ധം സൂക്ഷിപ്പാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്.
ആ ബന്ധം അത് ആർക്കെങ്കിലും രൂപപ്പെടുത്തി കൊടുക്കാവുന്നതല്ല. ഒരു വ്യക്തി തൻ്റെ വിശ്വാസത്താൽ തൻ്റെ ജീവിതത്തിൽ ദൈവത്തിൽ ബന്ധപ്പെട്ട് ചേർന്ന് നിൽക്കേണ്ടതാണ്. അത് നമ്മുടെ കടമയാണ്. അത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങളും കൂടുതൽ വിശദീകരണങ്ങളും തുറന്നുള്ള ഭാഗത്ത് ചിന്തിക്കാം. ഇന്നത്തെ സമയം ഇവിടെ പൂർത്തിയാകുന്നതുകൊണ്ട് ഈ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കട്ടെ. കാത്തിരിക്കുക. ഇതിൻ്റെ തുടർ ചിന്തകൾ പിന്നാലെ നിങ്ങളുമായി പങ്കിട്ടുകൊള്ളുന്നതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ കർത്താവേ, വാഴ്ത്തപ്പെട്ട ദൈവമേ, കാരാഗ്രഹത്തിൽ തടവറയിൽ കിടന്നുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയ സഭയ്ക്ക് എഴുതിയ മനോഹരമായ ലേഖനത്തിലെ പ്രധാന ചിന്താവിഷയങ്ങളിൽ ഒന്നായ സന്തോഷിപ്പീൻ എന്ന വിഷയവുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ ധ്യാനിപ്പിച്ചു കൊണ്ടിരുന്നതിനാൽ അങ്ങേക്ക് സ്തോത്രം. അവിടുത്തെ പരിശുദ്ധാത്മാവ് മുഖാന്തിരം ഞങ്ങളുടെ ഉള്ളത്തിൽ ഓതിത്തന്ന അവർണ്ണനീയമായ ആനന്ദ വിഷയങ്ങൾക്കായിട്ട് സ്തോത്രം. കേട്ട സന്ദേശത്തെ ഉള്ളിൽ ഉറപ്പിച്ച് ഞങ്ങളുടെ ജീവിതത്തെ ദൈവവുമായിട്ടുള്ള നിരന്തര ബന്ധത്തിൽ അവിഭാജ്യമായ ആനന്ദത്തിന് പ്രാപ്തമാക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരം ഞങ്ങളുടെ മേൽ വച്ചിരിക്കണമേ. തുടർന്ന് ആഴമേറിയ ധ്യാനങ്ങളാൽ ഞങ്ങളെ സന്ദർശിക്കുകയും അഭിഷേകം ചെയ്യുകയും ചെയ്യണമേ. വിനയപൂർവ്വം പാദപീഠത്തിൽ സമർപ്പിക്കുന്നു നാഥ. അവിടുന്ന് മഹത്വമെടുക്കണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ.